ഹലോ ഡിയർ സ്റ്റുഡൻസ്, കേരള ഹയർ സെക്കൻഡറി +1 പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറേ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ വർഷം കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഓൺലൈനായിട്ട് പഠന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് സ്കൂളിൻ്റെ പടി പോലും കാണാതെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് ഈ 2021 +1 വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ പരീക്ഷാ രീതിയിലും പരീക്ഷാ നടത്തിപ്പിലും ക്വസ്റ്റ്യൻ പാറ്റേണിലുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില രീതികളിലൂടെയാണ് നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. +1 അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. +1 പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങളിലും ഫുൾ സ്കോർ വാങ്ങിക്കാനാവുന്ന തരത്തിലാണ് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. +1 അക്കൗണ്ടൻസിയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് ബാധകമാണ്. അതത് സബ്ജക്റ്റിൻ്റെ മാർക്കിംഗ് രീതിക്കനുസരിച്ച് മാറ്റങ്ങളോടുകൂടി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അക്കൗണ്ടൻസിയെക്കുറിച്ച് പറയുമ്പോൾ +1 അക്കൗണ്ടൻസിയിൽ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാണും, 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാണും. 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഥവാ അക്കൗണ്ടൻസി വിത്ത് CA എന്ന് നമ്മൾ ചുരുക്കി പറയും. ഇത് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷനിലായിട്ടുള്ള സെക്കൻഡ് ഇയറിൽ പ്രത്യേകമായി പഠിക്കുന്ന അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അക്കൗണ്ടൻസി വിത്ത് CA എഴുതാൻ വേണ്ടി കൂൾ ഓഫ് ടൈം കൂടാതെ 2 മണിക്കൂറും അക്കൗണ്ടൻസി വിത്ത് AFS എഴുതാൻ വേണ്ടിയിട്ട് കൂൾ ഓഫ് ടൈം കൂടാതെ 2.5 മണിക്കൂറുമാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി, അക്കൗണ്ടൻസി വിത്ത് CA ആണെങ്കിൽ മാക്സിമം 60 സ്കോർ, അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ മാക്സിമം 80 സ്കോർ. എല്ലാ വിദ്യാർത്ഥികൾക്കും അക്കൗണ്ടൻസിയിൽ വളരെ ഈസി ആയിട്ട് ഈ ഫുൾ സ്കോർ വാങ്ങിക്കാൻ കഴിയും. പക്ഷേ ചില പ്രത്യേക പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പോയിന്റുകളാണ് പറഞ്ഞു വരുന്നത്. ടിപ്പ് നമ്പർ 1, മാനേജ് യുവർ ടൈം ഇൻ്റലിജൻ്റ്ലി. നിങ്ങളുടെ സമയം വളരെ ബുദ്ധിപൂർവം, വളരെ വിവേകപൂർവം ഉപയോഗപ്പെടുത്തുക. +1 അക്കൗണ്ടൻസി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന ഏറ്റവും നന്നായി പഠിച്ച ചില വിദ്യാർത്ഥികളെങ്കിലും പറയുന്ന, കുറേ അധികം വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പരാതിയുണ്ട്. എല്ലാം അറിയാമായിരുന്നു, പക്ഷേ എഴുതാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു പരാതി, അങ്ങനെ ഒരു സങ്കടം നമുക്ക് ഉണ്ടാവാതിരിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സമയം വളരെ വിവേകത്തോടു കൂടി എഫിഷ്യൻ്റായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ പരീക്ഷകൾക്കും 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം അനുവദിച്ചിട്ടുണ്ട്. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് എഴുതേണ്ട ഏരിയകളെ പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കാനും നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനുമാണ് നമ്മൾ ഈ 20 മിനിറ്റ് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അക്കൗണ്ടൻസിയെക്കുറിച്ചാണ്. അക്കൗണ്ടൻസി വിത്ത് CA 60 മാർക്കാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ പല ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 1 മുതൽ 10 വരെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അറ്റൻഡ് ആൾ ക്വസ്റ്റ്യൻസ് എന്നാണ് സാധാരണഗതിയിൽ ഈ ആദ്യ പാർട്ടിൽ വരാറുള്ളത്. എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേസമയം 11 മുതൽ 16 വരെ അല്ലെങ്കിൽ 17 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് സങ്കല്പിക്കുക. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടോട്ടൽ 7 × 2 മാർക്ക് 14 മാർക്കാണ് ആ ഗ്രൂപ്പിലുള്ളത്. പക്ഷെ നമുക്കതിൽ മാക്സിമം കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ഒരു പക്ഷേ 5 × 2 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 10 മാർക്കായിരിക്കും ആ ഗ്രൂപ്പിൽ നിന്ന് മാക്സിമം കിട്ടാൻ സാധ്യമാകുന്നത്. ഇനി അടുത്ത സെറ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതിൽ അറ്റൻഡ് എനി 4 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 12 മാർക്കായിരിക്കും. അതിലൊരു പക്ഷേ
16 18 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, അതിന് തടസ്സമില്ല. അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓരോ ഗ്രൂപ്പിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, പക്ഷേ ഓരോ ഗ്രൂപ്പിൽ നിന്നും മാക്സിമം കിട്ടാവുന്ന മാർക്കിന് ലിമിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യത്തെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ കൂൾ ഓഫ് ടൈമിലാണ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക് ഫുൾ സ്കോർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്ട്രാ ടൈം വേണം. അഥവാ 60 മാർക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസിന് പരീക്ഷ എഴുതാനുള്ള സമയം നമുക്ക് വേണം. 60 മാർക്കിന് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയാൽ പോരാ, പ്രത്യേകം വിഭാഗങ്ങളിലായിട്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യനെങ്കിലും എക്സ്ട്രാ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവണം, സമയം നമുക്കുണ്ടാവണം. ഞാൻ പറയുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 60 മാർക്കിന് ഫുള്ളായിട്ട് ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട്, അക്കൗണ്ടൻസി വിത്ത് CA കാര്യത്തിൽ ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഗ്രൂപ്പിൽ നിന്നും ആ ഗ്രൂപ്പിലെ മാക്സിമം കിട്ടാവുന്ന സ്കോറിനുള്ള ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 11-17 നമുക്ക് കിട്ടാവുന്ന മാക്സിമം സ്കോർ 10 മാർക്കാണ്. ആ 10 മാർക്കിനുള്ള ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം സ്കോർ 8 മാർക്കാണെങ്കിൽ ആ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന മാക്സിമം സ്കോറിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് തീർക്കണം. അതിനുള്ള പ്ലാൻ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ നടത്തണം. അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് മാക്സിമം കിട്ടാവുന്ന സ്കോറിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തീർക്കണം. ഇപ്പം നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ട് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ഓരോ ഗ്രൂപ്പിൽ നിന്നും, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 1-10 ഒരു ഗ്രൂപ്പാണ്, 11-16 അല്ലെങ്കിൽ 17 വേറൊരു ഗ്രൂപ്പാണ്, 17-21, 22 വേറൊരു ഗ്രൂപ്പാണ്, 22-26 വേറൊരു ഗ്രൂപ്പാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അക്കൗണ്ടൻസി വിത്ത് CAയിൽ ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. അത് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പിൽ അരമണിക്കൂർ ബാക്കിയുണ്ടാകും. ഈ അരമണിക്കൂറിൽ എന്താ ചെയ്യേണ്ടത്? ഈ അരമണിക്കൂറിൽ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും, ചോയ്സ് ഉള്ള ഓരോ ഗ്രൂപ്പിൽ നിന്നും എക്സ്ട്രാ ഓരോ ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത് വീണ്ടും അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് ബാലൻസ് നിൽക്കുന്ന നമ്മൾ കണ്ടെത്തിയ അരമണിക്കൂറിൽ ഓരോ ഗ്രൂപ്പിലെയും ഓരോ ക്വസ്റ്റ്യൻസ് വീതം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ വലിയ ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതൊരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അത് ഒഴിവാക്കാം. ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യുക. എന്നിട്ടും നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിലോ വീണ്ടും ഇതുപോലെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നുമായി ഒരു 70-80 പറ്റുമെങ്കിൽ 100 മാർക്കിനോ വരെയൊക്കെ നമുക്ക് എഴുതാൻ കഴിഞ്ഞേക്കും. നിങ്ങൾക്ക് ഉറപ്പിക്കാം ഫുൾ സ്കോർ കിട്ടും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ടിപ്പ്. ദെൻ ടിപ്പ് നമ്പർ 2, ഡോണ്ട് സ്റ്റിക്ക് ഓൺ വൺ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം ചെലവഴിക്കരുത്. നമ്മൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് വന്നത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി, ഫോർ എക്സാമ്പിൾ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തു തുടങ്ങി, നമ്മൾ എല്ലാ എൻട്രീസും ചെയ്തു, ബാലൻസ് ചെയ്തു, നമുക്ക് എന്നാലും തെറ്റിയോ എന്നുള്ള തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളതിൽ അള്ളിപ്പിടിച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ പോലും അത് തിരുത്താൻ വേണ്ടി ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് സമയം തികയാത്ത അവസ്ഥയുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ആൻസറിന് മാത്രമല്ല ഫുൾ മാർക്ക് കിട്ടുന്നത്.
പലപ്പോഴും വാല്യുവേഷൻ സ്കീമിൽ വിദ്യാർത്ഥികളോട് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അധ്യാപകർ എടുക്കുന്നത്. അല്ലെങ്കിൽ ആ സ്കീം ഓഫ് വാല്യുവേഷനിലുള്ളത് നിങ്ങളുടെ ഓരോ എൻട്രിക്കും 1/2 മാർക്ക് വീതം അല്ലെങ്കിൽ 1 മാർക്ക് വീതമൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ തെറ്റായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിലെ 90% സ്കോറും നേടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു ആൻസറിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിച്ച് അവസാനം സമയമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാതിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ടിപ്പ് നമ്പർ 3, പ്ലാൻ യുവർ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഇൻ കൂൾ ഓഫ് ടൈം. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവും, ഒരു 3 or 4 അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ ട്രയൽ ബാലൻസിൽ നിന്ന് ഓരോ അക്കൗണ്ടുകൾ എടുത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ അറേഞ്ച് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അറേഞ്ച് ചെയ്യണം. അത് ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ വരാം. അതുപോലെ കുറേ അക്കൗണ്ടുകൾ ബാലൻസ് ഷീറ്റിലേക്ക് വരാം. അതുപോലെ ഈ 2-3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ വരുന്ന തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നതിന് പകരം നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ട്രയൽ ബാലൻസിലുള്ള ഓരോ അക്കൗണ്ടിൻ്റെ നേരെയും നമ്മളത് എവിടെ എഴുതണം എന്ന ഒരു ധാരണ ഉണ്ടാക്കി പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, അതിൻ്റെ നേരെ ടി എന്ന് എഴുതി വെക്കുക. അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെ നേരെയും സാലറീസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, വേണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്നതിൻ്റെ ചുരുക്കമായിട്ട് PD എന്ന് എഴുതി വെക്കാം. ഒരു ബിൽഡിംഗ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്, BA എന്ന് എഴുതി വെക്കാം. അങ്ങനെ കൂൾ ഓഫ് ടൈമിൽ ഇങ്ങനെ പ്രോബ്ലം ക്വസ്റ്റ്യനെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക, മൂന്നാമത്തെ ടിപ്പ്. ദെൻ നാലാമത്തെ ടിപ്പാണ് തിയറി ക്വസ്റ്റ്യൻസ് വളരെ വേഗം ആദ്യമേ എഴുതി തീർക്കുക. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എല്ലാ തിയറി ക്വസ്റ്റ്യൻസും എഴുതി തീർക്കുക. നമ്മൾ പ്രോബ്ലം സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ പ്രോബ്ലം കഴിഞ്ഞിട്ട് തിയറി ക്വസ്റ്റ്യൻസ് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് അവിടെ കിട്ടും അല്ലേ. പിന്നീടുള്ള മറ്റു തിയറി ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും ഓരോ തിയറി ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ആദ്യമേ ആ 10-15-20 മിനിറ്റ് കൊണ്ട് എഴുതി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തിയറി ക്വസ്റ്റ്യൻസ് എഴുതുക, കൂൾ ഓഫ് ടൈമിൽ കൃത്യമായി പ്ലാൻ ചെയ്യുക, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിൽക്കാതിരിക്കുക. അതുപോലെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് വേണ്ട ചില പൊടിക്കൈകൾ ആദ്യമേ പ്രയോഗിച്ചു വെക്കുക. ഇത്രയാണ് നമ്മൾ ടിപ്സിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഒരു ട്രിക്ക് കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. ചില കുട്ടികളെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അക്കൗണ്ടൻസി മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ശരിക്ക് എക്സാമിനേഷൻ എഴുതേണ്ടത് എയ്തർ ഇംഗ്ലീഷ് ഓർ ഇൻ മലയാളമാണ്, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആണ്. അക്കൗണ്ടൻസി എല്ലാ കുട്ടികളും 99% കുട്ടികളും എഴുതുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. കാരണം അതിൻ്റെ അക്കൗണ്ട് അതിലുള്ള ടേംസൊക്കെ മലയാളത്തിലാക്കുന്നതിലും നല്ലത്, എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം ഇംഗ്ലീഷ് ടേംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും പരീക്ഷ എഴുതുന്നത്. എല്ലാം എഴുതി കഴിഞ്ഞ് നമുക്ക് കുറച്ച് തിയറി ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുന്നില്ല, മലയാളത്തിൽ എഴുതാമോ? യഥാർത്ഥത്തിൽ എഴുതാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നത് മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. ഒരു ട്രിക്കാണ്, മലയാളത്തിലും ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതുന്നതിന് യാതൊരു തടസ്സവുമില്ല. മലയാളത്തിൽ എഴുതി എന്നതുകൊണ്ട് മാത്രം ഒരു മാർക്കും കിട്ടാതെ അതിന് പോകില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഓക്കെ, അടുത്തൊരു ട്രിക്കാണ്, നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ എഴുതുന്ന സമയത്ത് പോയിന്റുകൾ ആദ്യം ഒരു 4-5 പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് അണ്ടർലൈൻ ചെയ്ത് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി താഴെ കൊടുക്കുകയാണെങ്കിൽ, ഓരോ പോയിൻ്റായിട്ട് എഴുതി ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് കിട്ടും. തിയറി ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത്
പോയിൻ്റ് ആക്കി എഴുതുക. വലിച്ചുവാരി ഒരു കൂട്ടമായി എഴുതി വെക്കാതെ പോയിൻ്റ് ബൈ പോയിൻ്റായി എഴുതി വെക്കുന്നത് നമുക്ക് കൂടുതൽ സ്കോർ കിട്ടുന്നതിന് സഹായകരമായിരിക്കും. അപ്പോൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ, എല്ലാവർക്കും 60-ൽ 60 അല്ലെങ്കിൽ 80-ൽ 80 വാങ്ങാൻ സഹായകരമായ രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ എക്സാമിനെ കുറിച്ച് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരിക്കണം, അതിൻ്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അവിടെ ഉപയോഗിക്കേണ്ട ചില ടിപ്സാണ് പറഞ്ഞു തന്നത്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഈ ടിപ്സ് ഉപയോഗപ്പെടുത്തുക, പ്ലാൻ ചെയ്യുക, പരീക്ഷ നന്നായി എഴുതുക. എല്ലാവരും ഫുൾ സ്കോർ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.